അടുത്തതായി ഈ പരിപാടിയുടെ അതോടൊപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി അംഗം ഈ പരിപാടിക്ക് ഇത്ര ചുരുങ്ങിയ വേളയിൽ നമ്മോടൊപ്പം കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന വി എൽ ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നാടക കലാകാരനും കഥാകൃത്തുമായ അമേരിക്കൻ മലയാളി പ്രവാസി ശ്രീ പൗലോസ് കുലാമൻ, മുൻ മെമ്പറും ഇപ്പോൾ 10ാം വാർഡ് മെമ്പറുമായ സഖാവ് ജോലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ ജോർസ്ന പോൾസൺ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും അതുപോലെ എല്ലാവരുടെ പേരും പറയാൻ കഴിയില്ല. പ്ലസ് ടു ആയ എല്ലാ കുട്ടികളെയും SSLC പ്ലസ് എല്ലാം ഫുൾ എ പ്ലസ് വാങ്ങിച്ച എല്ലാ കുട്ടികളെയും ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ് ബ്രാഞ്ച് സെക്രട്ടറി ശ്രീ ജോൺസൺ, പ്രിയപ്പെട്ട ജോണി ചേട്ടൻ, വേദിയിലിരിക്കുന്ന ശ്രീ പൗലോസ് കുലാമൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ പരിപാടിയുടെ അധ്യക്ഷനുമായ ദിവ്യ ഷാജു, ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോണി, പ്രിയപ്പെട്ട ജോർജ് മാഷ്, പ്രിയമുള്ള വിദ്യാർത്ഥി BSc കമ്പ്യൂട്ടർ സയൻസിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 9ാം റാങ്ക് നേടി വിജയിച്ച വലിയ ഒരു അഭിജിത യു, റോസ്മേരി റോയ്, റോസ്മേരി റോയിയുടെ പിതാവാണ് ഉപകാരം വെച്ച് വാങ്ങുന്നത്. സമ്മാനങ്ങൾ നൽകുന്നു നമ്മുടെ പഞ്ചായത്ത് റിച്ചാർഡ് റോയ്, റിച്ചാർഡ് റോയ്, റിച്ചാർഡ് റോയ്, ബെഞ്ചമിൻ ഷാജു, ബെഞ്ചമിൻ ഷാജു, ബെഞ്ചമിൻ ഷാജുവിന്റെ മാതാവാണ് റെക്സിയാണ് ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നത്. ബെഞ്ചമിൻ ഷാജു, ആദർശ് കെ,
ആദർശത്തെ സ്കൂളിലാണ് രചിച്ച മനോഹരമായ ഒരു നോവൽ ഇന്നലെ സിനിമാ സംവിധായകൻ കൂടിയായ ശ്രീ ജോസ് തോമസ് പ്രകാശനം ചെയ്തതാണ്. ആ പുസ്തകത്തിന്റെ ഒരു പതിപ്പ് കേന്ദ്ര ഗ്രന്ഥശാല, അതായത് കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൊടകര ഗ്രന്ഥശാലയിലേക്ക് ഒരു പതിപ്പ് പൗലോസ് കുഞ്ഞാടിന്റെ സെക്രട്ടറി ശ്രീമതി ഷീന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ അദ്ദേഹത്തിന്റെ കൃതി അതിന്റെ പതിപ്പുകൾ ഏൽപ്പിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ശ്രീ പുരുഷോത്തമന്റെ ക്ഷണിക്കുന്നു. പുസ്തകം കൈമാറുന്നതിന് വേണ്ടി ശ്രീ പൗലോസ് കുഞ്ഞാടിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അന്ന് ഞങ്ങൾ ചെറുപ്പകാലം പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ ആൻഡു ഉമ്മരി ജോണി അങ്ങനെ അന്നത്തെ ചെറുപ്പകാലത്തിൽ നിന്ന ആൾക്കാർ അതുപോലെ സമ്മേളനം കോഴിക്കോട് നിന്ന് പോകുന്ന ഞങ്ങൾ സമ്മേളനത്തിന് പോയി പെട്ടെന്ന് ഓർമ്മയുണ്ട്. അത് പറഞ്ഞിട്ട് ഇന്ന് പലയിടത്തും ഞാൻ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ ആദരവുകളും, പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി പേര് ഫാമിലി അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുമ്പോഴുള്ള സന്തോഷം നമുക്ക് വാക്കുകൾ തന്നെ പകരം. ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ നേരത്തെ നമ്മുടെ കൊടകര ഗ്രാമപഞ്ചായത്ത് ശ്രീമതി കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും കിട്ടുന്ന അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരുടെ വിഷ്ണുനാഥ് സുകുമാരൻ, പെരിങ്ങാടൻ അനന്യ ബിജു, പെരിങ്ങാടൻ അനന്യ ബിജു, കാശിനാഥ് കങ്ങാട്ട് ഗുലാരൻ സ്റ്റേജി ഡേവിസ്, വിഷ്ണു കെസ് കുന്നുമ്മൽ, ഒരു മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിപാടി ഇപ്പം കഴിയും.